ശരിക്കും നമ്മുടെ മൈക്കിൾ ജാക്സനെ പറ്റി പറയുന്ന തിയറീസ് എല്ലാം ശരിയാണോ എന്ന് അറിയാനായിട്ട് നമ്മൾ മൂന്നുപേരോട് ചേർന്നത് ഈ കാണുന്ന ഒരു സിനിമ കാണാനായിട്ട് വന്നേക്കാട്ടോ. ടിക്കറ്റ് എടുക്കാൻ കൗണ്ടർ വന്നപ്പോൾ മിനിമം 10 പേരില്ലാതെ സിനിമ ഓടില്ലെന്ന് ഈ ചേട്ടൻ പറയുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ട്രാപ്പായ അവസ്ഥ. നമ്മളൊരു ബുക്ക് ചെയ്തൊരു നമ്മൾ 4 പേരുടെ ചേർത്ത് 9 പേരെ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പ്രജിപ്രോ 3 പേർക്ക് വേണ്ടിയുള്ള ടിക്കറ്റ് 6 പേർക്ക് വേണ്ടി എടുത്തിട്ടാണ് നമ്മൾ ഈ സിനിമ കാണാനായിട്ട് കയറി. രാജാവിനെന്ത് ക്യൂ വഴിയൊരുക്കടാ. ഇതേപോലെ തലവരെ കാണാൻ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ടിക്കറ്റ് തന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 പേരില്ലാന്ന് പറഞ്ഞു. അന്ന് എന്റെ വാശിയായിരുന്നു. ടിക്കറ്റ് മൊത്തം സീറ്റ് മൊത്തം നമുക്ക്. അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ തിയേറ്ററിനുള്ളിൽ കയറി. ഒരു മൈക്കിൾ ജാക്സൺ ഫാൻ എന്ന നിലയ്ക്ക് നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കിഡിലൻ സിനിമ. മൈക്കിൾ ജാക്സൺ എന്ന പേര് ഒരു ബ്രാൻഡായിട്ട് അങ്ങനെ വളർന്നു വന്നുള്ള ഒരു കംപ്ലീറ്റ് സ്റ്റോറി ലൈനാണ് ഇതിലൂടെ കൊടുത്തിരിക്കുന്നത്. ഇവർ വിളിച്ചപ്പോൾ സിനിമ കാണാൻ വന്നില്ലായിരുന്നെങ്കിൽ വൻ നഷ്ടമായി പോയെന്നത് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു ഡാൻസ് കളിക്ക് അറിയാത്ത ആളെ പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിപ്പിക്കുന്ന ഒരു തരത്തിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ആളെ പറ്റി കൂടുതൽ പറയേണ്ടതില്ലല്ലോ. പുള്ളിക്കാരന്റെ പാട്ട് കേൾക്കാത്തവരെ നമ്മൾ ആരും തന്നെ കാണില്ല. അങ്ങനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു പോസ്റ്റർ ഉണ്ട്. ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ എന്റെ അഭിപ്രായം ജസ്റ്റ് കമന്റ് ഇട്ടെന്ന് അറിയിക്കണം. അങ്ങനെ അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു ബിരിയാണിയും കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോ കാണാം.